ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനവും അതിന് പിന്നാലെയായി വെള്ളാപ്പള്ളി പരാമർശം, അതിനോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ ഒരു വാർത്താ സമ്മേളനവും എം വി ഗോവിന്ദൻ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുമാണ്. അപ്പോൾ അതെ, അതിനകത്ത് തീർച്ചയായിട്ടും ലൂപ്പ് എന്ന് പറയേണ്ടി വരും. ഇപ്പം പിണറായി വിജയൻ പറയുന്നത് വെള്ളാപ്പള്ളിയെ വണ്ടിയിൽ കയറ്റിയിട്ടുള്ളത് അത്ര വലിയ മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാഗം ക്ലിയർ ആക്കുന്നു. CPI ആണെങ്കിൽ CPI പറയുന്നത് അങ്ങനെ അത്തരത്തിലൊരു വർഗീയവാദിയായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയ പ്രസ്താവനകൾ മാത്രം നടത്തുന്ന ഒരു വ്യക്തിയെ കൂടെ കൊണ്ട് നടത്തുന്നത് ശരിയായില്ല എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി CPIയെ കുറിച്ച് പറയുന്നത് അതൊരു ചതിക്കുന്ന പാർട്ടിയാണ്, ചതിക്കുന്നവരെ പോലെ, അതായത് ഇടതിന്റെ നട്ടെല്ലായി നിൽക്കുന്ന ഞങ്ങളെ മാറ്റി നിർത്താനാണ് CPI ശ്രമിക്കുന്നത്, CPIക്ക് ഞങ്ങളുടെ വില അറിയില്ല എന്ന് പറയുന്നു. എം വി ഗോവിന്ദനാണെങ്കിലും വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയല്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇടത് സർക്കാരിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, നോക്കൂ, ഈ വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ പരസ്യമായി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടി LDF ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് CPIയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, ബിനോയ് വിശ്വം പറയുന്നത് എന്താണ്, അത് പിണറായി വിജയൻ ബിനോയ് വിശ്വൻ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, അപ്പോൾ അതിൽ രണ്ടുപേർക്കും രണ്ട് നിലപാടാണ്. പക്ഷേ LDFന്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സന്ദേശം ജനങ്ങൾക്കിടയിലായിട്ട് കൊടുക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ ഇത്തരത്തിൽ താങ്ങുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. നോക്കൂ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനം കഴിയുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മതം കുത്തിക്കയറ്റിയ ഒരു വാർത്താ സമ്മേളനം, മതം ഇളകിയ ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുന്ന തെറ്റില്ല എന്ന് കരുതേണ്ടി വരും. അതായത് അത്തരത്തിൽ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങളെ എല്ലാം പിന്തുണയ്ക്കുന്ന നിലപാടാണോ CPM സ്വീകരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ബൈറ്റ് കണ്ടാൽ തോന്നിപ്പോവും. അദ്ദേഹം പറയുന്നത് എന്താ, അദ്ദേഹം വർഗീയവാദിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് പറയിക്കണോ, അദ്ദേഹം വർഗീയവാദിയല്ല, അതായത് അദ്ദേഹത്തെ തള്ളിപ്പറയാൻ CPMന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എന്തിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇത്രയും താങ്ങി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വോട്ടിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആ വോട്ട് കൊണ്ട് വിജയിക്കാനാണെങ്കിൽ തദ്ദേശത്തിൽ ഇത്രയും വലിയ തിരിച്ചടി CPMന് നേരിടേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഇടതിനോടോ വലതിനോടോ അനുഭവമുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ എന്നിട്ട് പോലും CPIയുടെ ഈ പറയുന്ന ബിനോയ് വിശ്വത്തിന്റെ ചില പ്രസ്താവനകളോട് നമുക്ക് സ്നേഹം, ഇഷ്ടം തോന്നിപ്പോകും. കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തുന്നത് CPMന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ളത്. ഇത്രയും തുറന്നു പറഞ്ഞിട്ടും ഇടത് LDF പോലെ ഒരു മുന്നണിയിൽ നിന്നും ഇത്രയും തുറന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് പോലും അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇരുട്ടുകൊണ്ട് ഊട്ടയടയ്ക്കുന്ന CPM നേതാക്കന്മാരോട് ഇനി എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടതെന്നറിയില്ല. കാരണം ഈ പറയുന്ന വർഗീയത പറയുന്ന വ്യക്തിയെ കൂടെ കൊണ്ടുവന്ന് കാറിൽ കയറ്റിയതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു പ്രസ്താവനയുണ്ട്. ബിനോയ് വിശ്വമല്ല പിണറായി വിജയന് തന്റേതായ നിലപാടുണ്ട്, എന്റെ നിലപാടിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ കാറിൽ അതിപ്പോൾ ബിനോയ് വിശ്വം ഇപ്പോൾ നൽകിയ ബൈറ്റിൽ പറയുന്നുണ്ട്, പിണറായി വിജയനോ അല്ല ബിനോയ് വിശ്വം എന്ന് പറയുമ്പോഴും വെള്ളാപ്പള്ളിയുമായി തർക്കിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ഇങ്ങനെ അഴിച്ചു വിട്ട പോലെ ഇങ്ങനെ നടക്കുകയാണ്, അദ്ദേഹത്തിന് വായി തോന്നുന്ന എല്ലാം പറയുന്നത് അങ്ങോട്ട്. ഇപ്പം ബിനോയ് വിശ്വം കരുതിയിരിക്കുന്നത് ഇപ്പോൾ അതായിരിക്കുമെന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അതായത് ബിനോയ് വിശ്വൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, വെള്ളാപ്പള്ളി വീണ്ടും പറയുന്നു. അങ്ങനെ ഈ ഒരു സമാധാനപൂർണ്ണമായ അന്തരീക്ഷം നഷ്ടപ്പെടുത്താതെ, അസ്ഥിരപ്പെടുത്താതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ സമസ്യ മുന്നോട്ട് കൊണ്ടുപോവുക, ഇപ്പോൾ മൊത്തത്തിൽ ഇടനിന്ന് കിട്ടിയിരിക്കുന്ന ഒരു തട്ടുകേടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് റിക്കവറായി വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയുമായി തർക്കിച്ചുകൊണ്ടിരിക്കേണ്ട എന്നൊരു ഉചിതമായ പക്വതയായിരുന്ന നിലപാടായിരിക്കണം ബിനോയ് വിശ്വം എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഈ എന്തിനാണ് CPM ഇത്തരത്തിൽ ഭയക്കുന്നത് വെള്ളാപ്പള്ളിയെ എന്ന് ഇപ്പോൾ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേന് സാമുദായിക സംഘടനകൾക്ക് അടുത്തേക്ക് വെള്ളാപ്പള്ളി തേടി പോകുന്നത് അല്ലെങ്കിൽ സുകുമാരൻ നായരെ പോകുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സാമുദായിക നേതാക്കളെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കേട്ടാലറയ്ക്കുന്ന വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട അവരൊക്കെ ഈ വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ പക്ഷേ നമുക്ക് പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ പുതുതലമുറയിലെ ജൻസികൾ എത്തരത്തിലാണ് ഇത് നോക്കി കാണേണ്ടത്, അവർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനം കണ്ട ഒരു ജൻസി കുട്ടി കരുതുകയാണ്, ഇദ്ദേഹം എന്താണ് പറയുന്നത്, അത്തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ജനങ്ങളെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ, മാധ്യമപ്രവർത്തകനെ കടന്നാക്രമിക്കുന്ന നിലയിലുള്ള. അപ്പോൾ ഇദ്ദേഹത്തിന് നിയന്ത്രണം, പൂച്ചയ്ക്കാര് മണികെട്ടും എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ കൃത്യമായി അത് പറഞ്ഞ് വിലക്കി നിർത്താനുള്ള ഒരു സാഹചര്യം
ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ എന്താണ് വേദനാജനകമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഈ CPM-ന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വർഗീയതയിൽ നനഞ്ഞു, എന്നാൽ പിന്നെ ഇനി വർഗീയതയിൽ തന്നെ കുളിച്ചു കയറാം എന്നുള്ള രീതിയിൽ CPM എന്നുള്ള പേര് മാറ്റി നേരത്തെ CJP എന്നൊരു ലേബൽ ഇടയ്ക്ക് ലഭിച്ചല്ലോ, അത് സ്വീകരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി CJP എന്നല്ല, ഇനിയിപ്പോൾ SNDP-യുമായി ചേർത്ത് മറ്റേതെങ്കിലും പേരുണ്ടാക്കേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം BJP പോലും എത്രത്തോളം വർഗീയത തുപ്പുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP പോലും വെള്ളാപ്പള്ളി എത്രത്തോളം ചേർത്ത് നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, BDJS പോലെ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന അതിനെ പോലും BJP സ്ഥാനം നൽകാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് CPM പോലെ ഒരു മതേതര പാർട്ടി അല്ലെങ്കിൽ തൊഴിലാളികളുടെ പാർട്ടി എന്ന് കണക്കാക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നും വെള്ളാപ്പള്ളിയെ പോലെയുള്ള വ്യക്തികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ CPM തീരുമാനിക്കുന്നത്. അത് നിയമസഭയിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് തീർച്ചയായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോൾ പോകുന്ന വഴിയെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു നിലപാടാണോ CPM-ന്റെ തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ തീവ്രവാദിയല്ല അല്ലെങ്കിൽ തീവ്രവാദി എന്നല്ല വർഗീയവാദിയല്ല എന്ന് പറയുമ്പോഴും MV ഗോവിന്ദനെ പോലെയുള്ള ഗോവിന്ദ മാസ്റ്ററെ പോലെയുള്ള വ്യക്തികളൊക്കെ ഒരിക്കലും വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് അദ്ദേഹം ഇപ്പോൾ ഭയങ്കര നിഷ്കളങ്കനായിട്ട് അഭിനയിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മറവി രോഗം ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും അതൊന്നും തെറ്റല്ല എന്ന് വിചാരിക്കുന്നത് എന്ത് മനോനിലയുടെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. ഇപ്പൊ മലപ്പുറം പരാമർശമായാലും അതിനു മുമ്പുള്ള പല പരാമർശങ്ങളും, അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊന്നും ഒരു ഘട്ടത്തിൽ ഒരു സാധാരണക്കാരന് കേരളത്തിന്റെ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ ഇപ്പൊ നിഷ്കളങ്ക കളിക്കുകയാണ്. അതായത് ഇന്ന സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ വേട്ടയാടുകയാണെന്നുള്ള വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുമ്പോഴും അതിന്റെ ഇടയ്ക്ക് കൂടെ മറ്റൊരു വർഗീയത, ചാനൽ പ്രവർത്തകന്റെ പേര് റഹീസ് റഷീദ് എന്നായതുകൊണ്ട്, മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥലത്തുള്ളവർ അങ്ങനെയാണ്, ഈരാറ്റുപേട്ട എന്നുള്ള സ്ഥലത്തിലുള്ളതാണ്, അദ്ദേഹം MSF പ്രവർത്തകനാണ് എന്നൊക്കെ പറയുന്നു. ഇദ്ദേഹം ആലോചിച്ച് നോക്കൂ, കുമാരനാശാനെ പോലെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഇരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് പറയുന്നത് വേറെ വളരെ അപലപനീയം എന്നല്ല. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അതെ, തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇദ്ദേഹത്തെ ഈ ഒരു നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംഘടനയുടെ മുകളിൽ തലപ്പത്തിരുത്തുന്നുണ്ടെങ്കിൽ പോലും ഈ താഴെ നിൽക്കുന്ന അണികളും പ്രവർത്തകരൊന്നും തന്നെ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവരുടെ വോട്ട് വെച്ചെങ്കിലും ഇത്രയും വലിയൊരു തിരിച്ചടി CPM-ന് നേരിടേണ്ടി വരില്ലായിരുന്നു. തങ്ങളുടെ നേതാവിനെ ഇത്രയും വലിയ രീതിയിൽ എത്രയൊക്കെ വിമർശനം ഏറ്റുവാങ്ങിയിട്ടും കൂടെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്താഗതി ഈ പറയുന്ന SNDP-യുടെ പ്രവർത്തകർക്ക് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ ഒരു ലൂപ്പ് പോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടുത്ത ലൂപ്പിലേക്ക് ആര് എൻട്രി ചെയ്യുന്നുള്ളത് നോക്കി കണ്ടാൽ മാത്രം മതി.